ഹായ് എവരി വൺ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത് വെൽത്ത് മാനിഫെസ്റ്റേഷനെ കുറിച്ചാണ്. നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലേ? ആ ആഗ്രഹങ്ങളിൽ ഭൂരിഭാഗം കാര്യങ്ങളും നേടാനായിട്ട് സമ്പത്ത് ആവശ്യമായിരിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ഗോൾസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യവുമായിരിക്കും സമ്പത്ത് മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ശരിയല്ലേ? അങ്ങനെ നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ആ ഗോളുകൾ വേഗത്തിൽ സാക്ഷാത്കരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു മാർഗത്തിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വെൽത്ത് മാനിഫെസ്റ്റേഷൻ്റെ ഈ പവർഫുൾ ടെക്നിക്ക് പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ ചെറിയൊരു കഥ പറഞ്ഞു തരാം. പട്ടണത്തിൻ്റെ വികസനമൊന്നും എത്തി നോക്കിയിട്ടില്ലാത്ത ചെറിയൊരു ഗ്രാമം. വനപ്രദേശത്താൽ ചുറ്റപ്പെട്ട ആ ഗ്രാമത്തിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് പോകുന്നത് തന്നെ വളരെ കുറവായിരുന്നു. അവിടെ ഒരു വിധവയായ അമ്മയും അവരുടെ ഒരേ ഒരു മകനും കഴിഞ്ഞിരുന്നു. വനത്തിൽ നിന്ന് വിറക് പെറുക്കി വിറ്റാണ് ആ അമ്മ തൻ്റെ മകനെ വളർത്തിയത്. അവൻ വളർന്ന് വലിയ സ്വപ്നങ്ങളുള്ള ഒരു യുവാവായി മാറി. ബിസിനസ് ചെയ്ത് സമ്പന്നനായ ഒരു വ്യക്തിയാകുവാനും തൻ്റെ അമ്മയ്ക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങൾ നൽകാനും അവൻ ആഗ്രഹിച്ചു. പക്ഷെ തൻ്റെ സ്വപ്നങ്ങളിലേക്ക് എങ്ങനെ എത്തണമെന്ന് അവന് അറിയില്ലായിരുന്നു. തൻ്റെ എല്ലാ ആശ്രയവുമായ അമ്മയോട് അവൻ പറഞ്ഞു, എന്നെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സഹായിക്കാമോ അമ്മേ? കുഞ്ഞെ, നിന്നെ സഹായിക്കാൻ എനിക്ക് സന്തോഷമല്ലേയുള്ളൂ. നീ ആവശ്യപ്പെട്ടതൊക്കെ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ സാധിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ നിന്റെ വലിയ ലക്ഷ്യങ്ങളിലേക്ക് എങ്ങനെ എത്തണം എന്ന് ഈ ഗ്രാമത്തിൽ നിന്ന് ഇതുവരെ പുറത്തു പോയിട്ടില്ലാത്ത എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല മോനെ. അവന് വലിയ നിരാശ തോന്നി. അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി വഴിയരികിൽ നിന്ന ഒരു ആൽമരത്തിൻ്റെ ചോട്ടിലിരുന്നു. ആ വഴിയിലൂടെ പലരും കടന്നു പോകുന്നുണ്ടായിരുന്നു. ആർക്കും മുഖം കൊടുക്കാതെ തലയ്ക്ക് കയ്യും കൊടുത്ത് ചിന്തകൾക്ക് മുഴുകി അവനിരുന്നു. ആരോ തൻ്റെ അടുത്തിരിക്കുന്നത് പോലെ തോന്നിയത് കൊണ്ട് അവൻ തല ഉയർത്തി നോക്കി. ഒരു വൃദ്ധനായ സന്യാസിയായിരുന്നു അത്. അദ്ദേഹം അവനെ നോക്കി ചിരിച്ചു. അവനും ചിരിച്ചെന്ന് വരുത്തി. എന്താണ് കുഞ്ഞെ ഈ പ്രായത്തിൽ നിന്നെ അലട്ടുന്ന ഇത്രയും വലിയ വിഷമം? പതിഞ്ഞ ശബ്ദത്തിൽ അദ്ദേഹം അവനോട് ചോദിച്ചു. ഗുരു, ഞാനും എൻ്റെ അമ്മയും ഈ നിമിഷം വരെ സന്തോഷം എന്തെന്ന് അറിഞ്ഞിട്ടില്ല. ഒരുപാട് കഷ്ടപ്പെട്ടാണ് അമ്മ എന്നെ വളർത്തിയത്. എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. പക്ഷെ അതിലേക്ക് എങ്ങനെയാണ് എത്തേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ പലരോടും ചോദിച്ചു, ആർക്കും എന്നെ സഹായിക്കാൻ കഴിയുന്നില്ല. അവൻ പറഞ്ഞു. ആർക്കും? നീ നിന്നോട് തന്നെ ചോദിച്ചോ? വൃദ്ധനായ സന്യാസിയുടെ ചോദ്യം ആ യുവാവിൻ്റെ കണ്ണു തുറപ്പിച്ചു. നമുക്ക് ഈ കഥയിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത്? എത്ര വലിയ ലക്ഷ്യങ്ങളും നേടാനുള്ള ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെ പ്രപഞ്ചശക്തി നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. നമുക്ക് സമ്മാനമായിട്ട് തന്നിട്ടുള്ള ആ ഒരു വലിയ ശക്തി എങ്ങനെ ഉപയോഗിക്കണമെന്നാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ശരിക്കും എന്താണ് ഈ വെൽത്ത് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്? നമുക്ക് ആവശ്യമായിട്ടുള്ള സമ്പത്തിനെ നമ്മുടെ യഥാർത്ഥ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് വെൽത്ത് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ലോകത്തിലെ ബഹുഭൂരിപക്ഷം വിജയികളും ഈ മെത്തേഡ് ഉപയോഗിച്ച് വിജയിച്ചിട്ടുള്ളവരാണ്. അങ്ങനെ ഒരു വിജയികളുടെ മെത്തേഡാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ഒരിക്കലും തീരാത്തത്ര സമൃദ്ധി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ സമൃദ്ധിയെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ് വെൽത്ത് മാനിഫെസ്റ്റേഷനിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ സമ്പത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനോടൊപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണത്തിനെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള എല്ലാ നെഗറ്റീവ് ചിന്തകളും ഇല്ലാതാക്കണം. ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ലോ ഓഫ് മാനിഫെസ്റ്റേഷനിൽ സമ്പത്തിന് ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുന്നത് നിങ്ങൾക്കറിയാമോ? നമുക്ക് സമ്പത്തില്ലാണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല അല്ലേ? നമ്മളുടെ ഭൂരിഭാഗം ആഗ്രഹങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ സമ്പത്ത് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെയല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ സമ്പത്ത് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പണത്തിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്നുള്ളത് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. നമുക്ക് ഈ സമ്പത്തിൻ്റെ പ്രാധാന്യത്തിനെ കുറിച്ചിട്ട് പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ അത് തീരില്ല. നമ്മുടെ എല്ലാം ജീവിതത്തിൽ പണത്തിന് ഇത്രയേറെ പ്രാധാന്യം ഉണ്ടായിട്ട് പോലും പലരുടെയും മനസ്സിൽ ഇപ്പോഴും പണത്തിനെക്കുറിച്ച് നെഗറ്റീവ് ചിന്തകളാണ് ഉള്ളത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂരിഭാഗം സാധാരണക്കാരുടെയും മനസ്സിലുള്ള പണത്തിനെക്കുറിച്ചുള്ള ചിന്ത എന്ന് പറയുന്നത് നമുക്കിങ്ങനെ കഷ്ടപ്പെടാനാണ് വിധി, നമുക്കിങ്ങനെയൊക്കെ തട്ടിയും മുട്ടിയും ജീവിച്ചു പോകാനേ പറഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ ഭാഗ്യമില്ല പണം നേടാനായിട്ട്, അങ്ങനെയൊക്കെ ആയിരിക്കും ഭൂരിഭാഗം പേരുടെയും ചിന്ത. പക്ഷേ ഈ വെൽത്ത് മാനിഫെസ്റ്റേഷന് വേണ്ടി ട്രൈ ചെയ്യുന്ന ആൾക്കാർ, ഈ സാധാരണക്കാർ പണം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും അവർ എത്ര മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ചെയ്തിട്ടും അവർക്ക് റിസൾട്ട് കിട്ടാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ അവർ പോലും അറിയാതെ പണത്തിനെ കുറിച്ചിട്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ എന്നോട് പലരും പറയാറുണ്ട്, ഞാൻ പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ടാണ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ചെയ്തത്, പക്ഷേ എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ളത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റുന്നില്ല അവരുടെ മനസ്സിൽ എന്താണ് നെഗറ്റീവ് ചിന്തകളാണോ പോസിറ്റീവ് ചിന്തകളാണോ പണത്തിനെക്കുറിച്ച് ഉള്ളത് എന്ന്.
അത് അവർക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു പരാതിയായിട്ട് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത്തരം നെഗറ്റീവ് ചിന്തകൾ നമ്മളുടെ കുറ്റം കൊണ്ട് വന്നതല്ല. നാം ചെറുപ്പം മുതലേ കേട്ട് വളരുന്നത് ഇത്തരം നെഗറ്റീവായിട്ടുള്ള ധാരണകളാണ് നമ്മളുടെ മനസ്സിൽ കുത്തി നിറയ്ക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നതും. നിങ്ങളുടെ മനസ്സിൽ പണത്തിനെ കുറിച്ചിട്ടുള്ള ധാരണകൾ നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്നൊക്കെ അറിയാനായിട്ട് ആഗ്രഹമുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് ചെയ്തു നോക്കുക. നിങ്ങളുടെ മുന്നിൽ വളരെ വില കൂടിയ കാറിൽ ഒരു സമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തി വന്നിറങ്ങുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ അയാളെ കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എന്തൊക്കെയാണ് ചിന്തകൾ വരുന്നത്? അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിനെ കുറിച്ചിട്ട് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോവുകയാണ്. നിങ്ങളുടെ മുന്നിലുള്ള വ്യക്തി വെൽ ഡ്രസ്ഡ് ആയിട്ട് ബ്രാൻഡഡ് വാച്ചൊക്കെ കെട്ടി അയാൾ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാൾ ഒരുപാട് കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാളെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നുന്നത്? ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കിയേ. അങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങൾക്ക് തോന്നുന്നത് ഇയാൾക്ക് ഭാഗ്യമുണ്ട്, ഒരുപാട് കാശുള്ളതുകൊണ്ട് ഇതൊക്കെ പർച്ചേസ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ അയാൾക്ക് ഭാഗ്യമുള്ളത് കൊണ്ടാണ് പണം സമ്പാദിക്കാൻ സാധിച്ചത്, അല്ലെങ്കിൽ അയാളുടെ അത് കാരണമാണ്, അല്ലെങ്കിൽ വല്ല തട്ടിപ്പോ വെട്ടിപ്പോ നടത്തിയിട്ടായിരിക്കും അയാൾ പണം സമ്പാദിച്ചിരിക്കുന്നത് ഇത്ര എളുപ്പത്തിൽ എന്നൊക്കെയാണ് തോന്നുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നെഗറ്റീവായിട്ടുള്ള ധാരണകളാണ് പണത്തിനെ കുറിച്ചിട്ട് ഉള്ളതെന്ന് അർത്ഥം. അപ്പോൾ അത്തരം ധാരണകളാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉടനെ തന്നെ ആ ധാരണകൾ മാറ്റിയെടുക്കേണ്ട ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന സമ്പത്ത് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സാധനം കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുക? ഇതൊന്നും വാങ്ങാനായിട്ട് എനിക്ക് പ്രാപ്തിയില്ല, അതായത് എൻ്റെ കയ്യിൽ സമ്പത്തില്ല, എന്നെക്കൊണ്ട് ഇതിനൊന്നും കഴിവില്ല എന്നൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇല്ലായ്മ എന്നുള്ളൊരു ഫീലിംഗ് ആണ്. അപ്പോൾ ആ ഇല്ലായ്മകൾ നിറഞ്ഞു നിൽക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് ഇല്ലായ്മകളായിരിക്കും നമ്മുടെ ലൈഫിൽ അട്രാക്റ്റ് ചെയ്യപ്പെടുക. അപ്പോൾ ആ ഇല്ലായ്മ എന്നുള്ള ആ കാര്യവും നമ്മുടെ ലൈഫിൽ നിന്ന് ഇല്ലാതാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലായ്മയുടെ ചിന്തകളാണ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പണം വരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. പകരം ഇല്ലായ്മയുടെ സാഹചര്യങ്ങളായിരിക്കുള്ളൂ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും വീണ്ടും ആകർഷിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഇന്നു മുതൽ സമൃദ്ധിയിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്, അതായത് സമ്പത്തിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ഇനി നമുക്ക് എങ്ങനെ വെൽത്ത് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നിങ്ങളുടെ ഗോൾസിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത വർഷം ഇതേ സമയത്ത് നിങ്ങൾക്ക് നേടണം എന്നാഗ്രഹിക്കുന്ന വെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗോള് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ജേണലും പേനയും എടുത്തിട്ട് അതിനകത്ത് ഞാൻ ഈ പറയുന്ന രീതിയിൽ എഴുതുക. നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾക്ക് എത്ര രൂപ നേടണം എന്നുള്ളത് മനസ്സിൽ തീരുമാനിക്കുക. അതിനുശേഷം ആ ജേണലിലെ ഒരു പുതിയ പേജ് എടുത്തിട്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലുള്ള പേൻ ഉപയോഗിക്കാം. അതിപ്പോൾ ഏത് കളറായാലും കുഴപ്പമില്ല. ആ കളറിലുള്ള പേൻ ഉപയോഗിച്ചിട്ട് ആദ്യം തന്നെ നിങ്ങളുടെ പേര് എഴുതുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അടുത്ത വർഷം ഇതേ സമയത്ത് ഒരു ഡേറ്റ് ഇടാം. എന്നിട്ട് അതിന് താഴെയായിട്ട് ആ ഒരു വർഷം സമയം കൊണ്ട് നിങ്ങൾക്ക് എത്ര രൂപ നേടണോ ആ ഒരു തുക എഴുതുക. അതിനുശേഷം ഈ സമ്പത്ത് നേടാനായിട്ട് സഹായിക്കുന്ന അഫർമേഷനുകൾ എഴുതണം. അവസാനമായിട്ട് നിങ്ങളുടെ പേര് എഴുതിയിട്ട് ഒപ്പിടുക. ഇതിലൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരു സംഖ്യയായിരിക്കണം എഴുതേണ്ടത്. അതായത് നിങ്ങൾ പെട്ടെന്ന് 1 കോടി രൂപ നേടണം അല്ലെങ്കിൽ 100 കോടി രൂപ നേടണം എന്നൊന്നും എഴുതരുത്. നിങ്ങൾക്ക് നേടാനാവും എന്ന് നിങ്ങൾക്ക് സ്വയം ഒരു വിശ്വാസം തോന്നുന്ന അങ്ങനത്തെ ഒരു സംഖ്യ ആയിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അങ്ങനെ ആ ഒരു സംഖ്യ സെലക്ട് ചെയ്യുമ്പോൾ അത് നേടാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളൊരു ചിന്ത പോലും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവാനായിട്ട് പാടില്ല. അപ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ഞാൻ ഒന്നും കൂടി ആവർത്തിക്കാം. ആദ്യം തന്നെ നിങ്ങളുടെ പേര് എഴുതുക. അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞിട്ട് എന്നാണോ ആ കാര്യം നടക്കേണ്ടത് ആ ഒരു തീയതി എഴുതുക. അതിനടിയിൽ ഞാൻ ഈ പറയുന്ന അഫർമേഷൻസ് എഴുതുക. എനിക്ക് മാസം നിങ്ങൾ എത്ര തുകയാണോ ആഗ്രഹിക്കുന്നത് ആ തുക അവിടെ എഴുതുക. വരുമാനം ലഭിക്കുന്നു. അതിനായിട്ട് ഞാനുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ഞാൻ മികച്ച സേവനങ്ങൾ നൽകുന്നു. അതോടൊപ്പം പാസീവ് ഇൻകമായിട്ട് മറ്റു പല സോഴ്സുകളിലൂടെയും പണം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിന് സാഹചര്യം ഒരുക്കി തന്ന പ്രപഞ്ചശക്തിക്കും എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഞാൻ മനസ്സറിഞ്ഞ് നന്ദി പറയുന്നു. അതിനുശേഷം നിങ്ങളുടെ പേര്, ഒപ്പ്. നമ്മൾ ഓരോ കാര്യങ്ങളും വിഷ്വലൈസ് ചെയ്തുകൊണ്ടും അതേസമയം തന്നെ മനസ്സിൽ ഫീൽ ചെയ്തുകൊണ്ടുമാണ് വെൽത്ത് മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ടത്.
ഇപ്പം നമ്മൾ എത്ര രൂപയാണോ നേടണം എന്ന് ആഗ്രഹിക്കുന്നത് ആ രൂപ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ചെലവാക്കണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആദ്യം തന്നെ ഒരു വ്യക്തത ഉണ്ടാവണം. അതായത് ആ പൈസ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യും, നമ്മൾ ട്രിപ്പ് പോവോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുമോ, ആർക്കെങ്കിലും കൊടുക്കുമോ, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കേണ്ടതാണ്. ആ ഒരു ധാരണയോടുകൂടി വേണം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചാരിറ്റി എന്നുള്ളത്. നിങ്ങൾ എത്ര രൂപ ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും അതിൽ നിന്ന് ഒരു തുക ചാരിറ്റിക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കണം. അത് നമ്മൾ ആദ്യമേ തന്നെ തീരുമാനിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ വെൽത്ത് മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ വിഷ്വലൈസ് ചെയ്ത് ഈ സ്ക്രിപ്റ്റ് എഴുതി വെച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, നമ്മളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇന്നു മുതൽ നിങ്ങൾ എത്ര രൂപ ചിലവഴിച്ചാലും, അതിപ്പോൾ 1 രൂപ ആയിക്കോട്ടെ, 1000 രൂപ ആയിക്കോട്ടെ, 10,000 രൂപ ആയിക്കോട്ടെ, എത്ര രൂപയാണെങ്കിൽ പോലും ആ രൂപ നമ്മൾ മനസ്സറിഞ്ഞ് സന്തോഷത്തോടു കൂടി നന്ദിയോടുകൂടി ചിലവഴിക്കുക. നമ്മൾ ഇപ്പോൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ രൂപ ചിലവഴിക്കുമ്പോഴും ടെൻഷനായിരിക്കും, അല്ലെങ്കിൽ ആകെ സ്ട്രെസ്ഡ് ആയി പോകും. അയ്യോ ഇത്ര രൂപ ചിലവഴിക്കാലോ, ഇനിയിപ്പോൾ ഇത്ര രൂപയല്ലേ ഉള്ളൂ, അതിനിപ്പോൾ എന്ത് ചെയ്യും, ഇതിനിപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെ ഒരുപാട് ടെൻഷനോട് കൂടിയൊക്കെ ആയിരിക്കും ആ പണം ചിലവാക്കുന്നത്. അതിന് പകരം നമ്മൾ ഓരോ രൂപ ചിലവാക്കുമ്പോഴും അതിന് സന്തോഷത്തോടു കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ആ രൂപ ചിലവാക്കുക. എന്നാൽ മാത്രമേ നമ്മളുടെ കയ്യിലേക്ക് പിന്നെയും പിന്നെയും പണം വന്നുകൊണ്ടിരിക്കുകയുള്ളൂ. നമ്മൾ എത്രത്തോളം നന്ദി പറയുന്നോ അതിനനുസരിച്ച് നമ്മളിലേക്ക് ആ ഒരു അനുഗ്രഹം പ്രപഞ്ചശക്തി നൽകി അനുഗ്രഹിച്ചു കൊണ്ടിരിക്കും. അതേപോലെ തന്നെ നമ്മളുടെ കയ്യിൽ വരുന്ന ഓരോ രൂപയ്ക്കും നമ്മൾ മനസ്സറിഞ്ഞ് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. എപ്പോഴും പണം സ്വീകരിക്കുമ്പോൾ നമ്മൾ ബഹുമാനത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും അതേപോലെ തന്നെ നന്ദിപൂർവ്വമായിരിക്കണം ആ പണം സ്വീകരിക്കേണ്ടത്. എന്നാൽ മാത്രമേ പണം നമ്മളിലേക്ക് അതേ രീതിയിൽ തന്നെ തിരിച്ചു വരികയുള്ളൂ. ഇതോടൊപ്പം നമ്മൾ പണം ചിലവഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം വാങ്ങാനായിട്ട് ആഗ്രഹം ഉണ്ടെന്ന് വിചാരിച്ചോ, അത് വാങ്ങാനായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴേ അല്ലെങ്കിൽ എന്തെങ്കിലും കാണുമ്പോഴോ ആഗ്രഹം വരുമ്പോൾ നമുക്കതിന് കഴിവില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കുകയാണ്, അങ്ങനെ ഇല്ലായ്മയുടെ വാക്കുകളാണ് നമ്മളുടെ മനസ്സിൽ വരുന്നതെന്നുണ്ടെങ്കിൽ അത് മാറ്റി എനിക്കിത് സാധിക്കും, ഞാനിത് എന്തായാലും വാങ്ങും എന്ന് സ്വയം ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് പറയുക. ഇല്ലായ്മയിൽ നിന്നും മാറിയിട്ട് എപ്പോഴും സമൃദ്ധിയെക്കുറിച്ചിട്ട് ചിന്തിക്കുക, സമ്പത്തിനെ കുറിച്ചിട്ടും സമൃദ്ധിയെക്കുറിച്ചിട്ടും ചിന്തിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ സ്ഥിരമായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളറിയാതെ തന്നെ പല സ്രോതസ്സുകളിൽ നിന്നും പലരിലൂടെയും നിങ്ങളിലേക്ക് പണം വന്നു ചേർന്നുകൊണ്ടിരിക്കും. അത് ചിലപ്പോൾ പല വ്യക്തികളിലൂടെ ആയിരിക്കാം, സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം, സന്ദർഭങ്ങളിലൂടെ ആയിരിക്കാം, അങ്ങനെ നിങ്ങളിലേക്ക് പണം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും പൂർണ്ണ വിശ്വാസത്തോടു കൂടി സന്തോഷത്തോടു കൂടി നന്ദിപൂർവ്വം ഈ വെൽത്ത് മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ സമൃദ്ധികളും ഉണ്ടാവട്ടെ. ഓൾ ദ ബെസ്റ്റ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ. ഹാപ്പി മാനിഫെസ്റ്റിംഗ്.